ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയ മുതൽ ഞങ്ങൾ അത്രയും സ്വപ്നം കണ്ട ഒരു മൊമെന്റ് ആണ് ഈ ഒരു വീഡിയോ എടുക്കലും അതുപോലെ ഈ ഒരു കാര്യം. എന്താ പറഞ്ഞു കൊടുക്ക്? അത് ഏതൊരാളും യൂട്യൂബ് തുടങ്ങുമ്പോൾ എന്താവും നമ്മൾ പ്രതീക്ഷിച്ചത് യൂട്യൂബിലേക്ക് വരിക ക്യാഷ്. ക്യാഷ് അല്ല, അങ്ങനെയല്ല, എല്ലാതും ഉണ്ടാവും എന്റർടൈൻമെന്റ്. അല്ല, നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടത് എന്താണ്, നമുക്ക് ഏർണിങ്സ് കിട്ടണം. കാരണം എല്ലാരും വരുന്നത് വരുമാനം കിട്ടണം എന്നുള്ള ഇതിലാണ് വരുന്നത്, അല്ലാതെ ആരും വരുന്നില്ല. അതെ അതെ, അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഒരു ജോലി ഓൾറെഡി ഉണ്ട്, അതിന്റെ ഇടയിൽ ഇങ്ങനെ സമയം കണ്ടെത്തി വീഡിയോ എടുത്ത് ഏകദേശം 10 മണിക്കൂറോളം ഇതിന്റെ പുറകിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീഡിയോ ഇടുന്ന എന്തിനാണ്? നമുക്ക് ഒരു ഏണിങ്സ് കിട്ടണം എന്നുള്ള രീതിക്കല്ലേ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ഏണിങ്സും വന്നിട്ട് അറൗണ്ട് ഒരു മന്ത് ആയിട്ടോ. അത് നമുക്ക് ഇത് കിട്ടിയ സമയത്ത് നമ്മൾ ഒരു 1.5 വർഷമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് കുറച്ചായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്കത് അതെ, അതായത് മോണിറ്റൈസ് ആയതിനു ശേഷം പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 5 മാസത്തെ കഷ്ടപ്പാടിലാണ് നമുക്ക് ഫസ്റ്റ് ഏണിങ്സ് വരുന്നത്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. അപ്പോൾ നമ്മൾ അത്രയും സ്വപ്നം കണ്ടിട്ട് നമുക്കത് വന്ന മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഹാപ്പി ആവാൻ പറ്റിയ ഒരു സമയത്തായിരുന്നില്ല. നമുക്ക് പേഴ്സണലി കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ റാഹത്തായിട്ട് വരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഈ വീഡിയോ എടുക്കണമല്ലോ, കാരണം അത്രയും ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചൊരു മൊമെന്റ് അല്ല. അപ്പോൾ ആ ഒരു സമയത്ത് പൈസ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായെങ്കിലും ആ ഒരു സമയത്ത് നമ്മൾ ഈ പൈസ എടുക്കുകയാണെങ്കിൽ നമുക്കത് ഒന്ന് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ആ എടുത്ത മൊമെന്റ് ഒന്നും ഇങ്ങനെ ഒരു മെമ്മറബിൾ ആയിട്ട് ഇരിക്കൂല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ എന്നാലും ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി ഇന്ന് നമുക്ക് ആ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ പൈസ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മള് എമൗണ്ടിനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ആ വീഡിയോ പൈസ എടുക്കാൻ വേണ്ടിട്ട് പോവാം. നിങ്ങൾ എന്തോന്ന് പറയാത്തേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അങ്ങനെയൊന്നല്ല, എന്താണ്, അപ്പൊ നമ്മളിതാ പൈസ എടുക്കാൻ വേണ്ടിട്ട് പോവാട്ടോ. ബാക്കി ഇനി നമുക്ക് അവിടെ നിന്ന് കാണാം. നമ്മളിത് ATM വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിലെ ആളാണ്. ആളിറങ്ങിയതിനു ശേഷം നമുക്ക് പൈസ എടുക്കാം. കിട്ടി മക്കളെ, കിട്ടി. അപ്പൊ നമ്മുടെ പൈസ എത്രയാന്നൊക്കെ റിവീൽ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം, അല്ലേ? അതെ. അപ്പോ ഞങ്ങളിപ്പോ ഒരു 1.5 വർഷമായിട്ടോ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. 1 വർഷമാവുന്ന സമയത്താണ് മോണിറ്റൈസ്ഡ് ആയത്. ആ സമയത്താണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയത്. രക്ഷപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട്, പക്ഷെ ഇല്ല, കഷ്ടപ്പാട് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്താ അറിയോ, ഒരു വർഷം ഇക്ക നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സത്യമായിട്ട് ഇതൊരു പാഷനായിട്ട് എടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു നേരം പോക്ക് എന്നുള്ള നിലക്ക് മാത്രമേ ഞാൻ അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. 1 വർഷമായി മോണിറ്റൈസ് ആയതിനു ശേഷമാണ് എനിക്കിത് ഇതിന്ന് ഇനി നമുക്കൊരു ഏണിങ്സ് കിട്ടും, നമ്മളിതൊന്നും കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് കിട്ടും എന്നുള്ള ആ ഒരു ഇതിക്ക് ഞാൻ എത്തുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞങ്ങൾ പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പോഴും കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. അതായത് ഈ യൂട്യൂബിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ചാനൽ തുടങ്ങാൻ എന്തൊക്കെ വേണം, ഇനിയിപ്പോൾ ഇതിന്ന് എപ്പോഴാണ് നമുക്ക് പൈസന്റെ ഇത് എത്തുക, അതായത് നമ്മളൊരു ആ സ്റ്റേജിന് നമ്മൾ എത്തുക, അതുപോലെ തന്നെ നമുക്ക് തോനെ പൈസ കിട്ടുമോ, എങ്ങനെയൊക്കെയാന്ന് ഒരുപാട് ഡൗട്ടുള്ള ആൾക്കാരുണ്ടാവും. ചാനൽ തുടങ്ങിയിട്ട് ഒന്നും അറിയാതെ ഇങ്ങനെ വെറുതെ കിടക്കുന്ന ചാനലുകൾ ഉണ്ടാവും, അതുപോലെ തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തോ ഒന്ന് പറയാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാട്ടോ. കാരണം ഉറപ്പായിട്ടും പറഞ്ഞുതരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറെ ആൾക്കാരുണ്ട് നമുക്ക് ഡൗട്ട് ചോദിക്കാനും. നമ്മുടെ യൂട്യൂബിന്റെ ഒരു ഫാമിലി തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരോടൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല ഇതിനെ പറ്റിയിട്ടോ. നമുക്കൊന്നും അറിയില്ല, നമ്മുടെ കയ്യിൽ നല്ലൊരു ഫോണോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഇതെന്താ പേര് പറഞ്ഞോടുക്ക്, സാംസങ് S21 ഇതിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അത് എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഈ ഫോൺ വാങ്ങിയ സമയത്ത് എന്താണ്, ഇക്കാക്ക് നല്ല ഇഷ്ടാട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ ആള് 13 വർഷം മുന്നേ തന്നെ ഇതുപോലെ വ്ളോഗൊക്കെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ വെറുതെ. അപ്പൊ ആൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ട്, വീഡിയോ എടുക്കുന്നതും അതുപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ സംസാരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടം. അതിപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. തുടങ്ങിയാൽ ഞാൻ നിർത്താൻ കുറച്ച് പാടാം.
അപ്പോൾ ആ ഒരു 2 ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. എനിക്ക് സംസാരിക്കാം, ആൾക്ക് എഡിറ്റ് ചെയ്യാം, വീഡിയോ എടുക്കാം എന്നൊക്കെയുള്ള രീതിക്ക് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഒന്നും അറിയില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ രാത്രി പോലും ഉറക്കത്തിൽ പോലും വിളിച്ചിട്ട് നമ്മള് അതെ നമുക്ക് ഒരു ഡൗട്ട് വന്നാൽ 12 മണിക്കാണ് ഒരു ചെറിയ അപ്ലോഡിങ്ങിനായിട്ട് ചെറിയൊരു വിഷയം വന്നപ്പോ ഞാൻ ആ സ്പോട്ടിൽ അവനെ വിളിച്ച് അവനെ വീട്ടിൽ നിന്ന് നമ്മളോടൊക്കെ ഇറങ്ങി വന്നത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന്. എന്നിട്ട് ഇത് കുറച്ച് ടൈം ഇരുന്നെങ്കിലും അതൊക്കെ ക്ലിയർ ആയി. ഏത് സമയത്ത് നമ്മുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവനാണ് നമുക്ക് മെയിൻ ആയിട്ട് യൂട്യൂബില് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അറിയില്ല, ഞാൻ പറയട്ടെ, നമ്മളൊരു കസിൻ ബ്രദർ ഉണ്ട്. അപ്പോ ഞങ്ങൾക്ക് ഈ സമയത്ത് പ്രത്യേകിച്ച് ഒരു താങ്ക് യു പറയാനുള്ളത് ഓനോട് തന്നെയാണ് കേട്ടോ. ഒപ്പം ഇതാ ഞങ്ങളുടെ ഫാമിലി ആണെങ്കിലും, 2 ഫാമിലി ആണെങ്കിലും, ഇക്കാന്റെ ഫാമിലി ആണെങ്കിലും എന്റെ ഫാമിലി ആണെങ്കിലും ഏത് സമയത്തും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇക്കാന്റെ ഉമ്മക്കായാലും മോനെ നോക്കണ കാര്യത്തിലായാലും ഞങ്ങൾ പോണ സമയത്ത് അവൻ കുട്ടിയല്ലേ, ഓന്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഏത് സമയത്തും പുറത്തു പോകാനും വീഡിയോ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്ത് തന്നുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു മൊമെന്റിൽ നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ എന്താ ഇത്രയെല്ലാം ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയെന്നൊക്കെ വിചാരിക്കുമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചൊരു ഇത് വലിയൊരു കാര്യമാണ്. ഒരു 76 സബിൽ നിന്ന് 1.5 വർഷം കൊണ്ട് ഞങ്ങൾ ഇതാ അറൌണ്ട് 20K സബിൽ നിൽക്കുകയാണ്. 2018 സ്റ്റാർട്ട് ചെയ്താണ്. വണ്ടിയൊക്കെ പോകുമ്പോ എന്താ പറയാ അല്ലറ ചില്ലറ വീഡിയോ 76 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ നിന്ന് പേര് മാറ്റിയിട്ടാണ് നമ്മള് ഇതിലേക്കറിയാം. ആദ്യം നമ്മള് ഫുഡിന്റെ ആണ് ചെയ്തത്. പക്ഷെ അതിൽ നിന്നൊന്നും നമ്മള് ക്ലച്ച് പിടിച്ച് വരുന്നില്ല. പിന്നെ അങ്ങനെ മാറ്റി അതെ. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഹോം ടൂർ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ ഹോം ടൂർ തന്നെ കണ്ടിന്യൂ ചെയ്യാണോ അല്ലെങ്കിൽ വേറെ വീഡിയോസ് ഇട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് ഈ ഫാമിലി വ്ളോഗ്, ട്രാവൽ വ്ളോഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് റീച്ച് കിട്ടുന്നതല്ലേ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. നമ്മളിപ്പോ ഒരു 3000 സബിൽ അറൌണ്ട് ഒരു 5000ന്റെ ഉള്ളിലായിരുന്നു നമ്മൾ ഈ സാധാ ഒരു വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ 20K ആവുന്നത് നമ്മുടെ ഈ ഹോം ടൂർ വീഡിയോ കൊണ്ട് തന്നെയാണ് കേട്ടോ. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും അതിൽ നിന്നാണ് നമുക്ക് റീച്ച് കിട്ടിയത്. മറ്റേതൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരല്ലേ നമ്മളെ വീഡിയോസ് കാണാം, പെട്ടെന്നാണ് റീച്ച് ആവുക. ഈ യൂട്യൂബിൽ എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ അറിയാത്ത ഒരാളെ വീഡിയോ നമ്മൾ ഇരുന്ന് കാണൂലല്ലോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. പിന്നെ ഇനിയിപ്പോ പറയാനുള്ളത് നമ്മളെ പൈസന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് മുന്നായിട്ട് വേറെ കാര്യം പറയട്ടെ. നമ്മുടെ ഒരു ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1 വർഷത്തിനുള്ളിൽ 1K സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ അതായത് 1000 സബ്സ്ക്രൈബേഴ്സും ഒന്നെങ്കിൽ 4000 വാച്ചിങ് അവർ 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആവണം. അല്ലെങ്കിൽ 3 മാസം കൊണ്ട് 10 മില്യൺ വ്യൂസ് ഷോർട്സിന് വരണം. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമുക്കായിട്ടുണ്ടായിരുന്നത് 1 വർഷം കൊണ്ട് 4000 വാച്ചിങ് അവർ കംപ്ലീറ്റ് ആയി. പിന്നെ ആദ്യം ഫോക്കസ് ചെയ്തിരുന്ന ഷോർട്സ് ഇട്ടിട്ട് കയറാന്നാണ്. പക്ഷെ നമ്മളൊരു 3 മാസം നോക്കി, പക്ഷെ കേറി പോണില്ല. പിന്നെയാണ് കൂടുതൽ പിന്നെ ലോങ് വീഡിയോക്ക് ഫോക്കസ് ചെയ്യല് തുടങ്ങിയത്. അപ്പോ പിന്നെ പറയാനുള്ളത് 1K സബ് ആവാൻ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല. 1.5 മാസം കൊണ്ട് അതായി. പിന്നെ ഇങ്ങനെ ലാഗ് ആയിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഫസ്റ്റ് നമ്മള് ഫുഡിന്റെ വീഡിയോസ് ഇടാൻ തുടങ്ങി. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ട്രാവലിംഗ് വീഡിയോസും വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. വലിയ മാറ്റമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, അങ്ങനെയായിരുന്നു. പിന്നെ ഈ ഫെസ്റ്റിവലിന്റെ സീസൺസ് വന്നല്ലോ, അപ്പൊ ആ സമയത്ത് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടാ. അപ്പൊ അതില് ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത് എന്താ വെച്ചാല്, നമ്മള് വീഡിയോ എടുത്തിട്ട് ഇടും. ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അവിടെ മെയിൻ ആയിട്ടുള്ള ക്ലബ്ബോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ നമ്പർ നമ്മൾ വാങ്ങിയിട്ട് അവർക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കും. അവരുടെ നാട്ടിലുള്ള ഗ്രൂപ്പുകളിൽ സെൻഡ് ചെയ്യുമ്പോൾ അവിടെ അതായത് ആ ഒരു സ്ഥലത്തെ കുറച്ച് ആൾക്കാർ കാണുമ്പോൾ ഒരു 1000-2000 ഒരു വ്യൂസ് വരാൻ തുടങ്ങി. കൂടാതെ എന്തായി, നമുക്കൊരു 30-40 മണിക്കൂറൊക്കെ അതിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മളപ്പോ അങ്ങനെ. പക്ഷെ ഈ ഫെസ്റ്റിവൽ സീസൺ ഒന്നും ഡെയിലി ഉണ്ടാവില്ലല്ലോ, ഒരു സീസണിലല്ലേ ഇതൊക്കെ ഉണ്ടാവുക. അങ്ങനെ നമ്മള് കുറെ സ്ഥലത്ത് വേറെ ദൂരൊക്കെ ആണെങ്കിൽ അവിടെ ഒക്കെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ രാത്രി വീട്ടിലെത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എഡിറ്റ് ചെയ്യണം. നമ്മള് പിറ്റേ ദിവസം രാവിലെ തന്നെ കയറണം. കാരണം നമ്മള് മാത്രല്ലേ വീഡിയോ ചെയ്യുന്നത്, വേറെ യൂട്യൂബേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ആരുടെ വീഡിയോ വരുന്നത് അതിനാവും കൂടുതൽ റീച്ച് കിട്ടുക. അതെ, അങ്ങനെയാണ്. അപ്പോ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ തുടങ്ങിയത്. പിന്നെ പെട്ടെന്നാണ് നമ്മൾ ഈ ഹോം ടൂർക്ക് സ്റ്റാർട്ട് ചെയ്തത്. തുടങ്ങുന്ന സമയത്ത് എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ സംസാരിക്കുന്നല്ലാതെ ഒരു ഐഡിയ എനിക്കില്ല കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ട്. ആരാ? നമുക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളില്ല, ആ വ്യക്തി തന്നെയല്ല ഇതിനും സപ്പോർട്ട് ചെയ്യുന്നത്. അതെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്താണ്, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ചിട്ട് ഡൗട്ടും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കമന്റ് ചെയ്യേ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. കാരണം ഇതിപ്പോ ഞാൻ എവിടെന്നാ തുടങ്ങണേ എവിടെന്നാ പറയുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടണില്ല. അപ്പൊ നമ്മുടെ എമൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിലും എമൗണ്ടും ഈ വിചാരിച്ച പോലെ തന്നെ തോനെ അങ്ങോട്ട് വരുമൊന്നുമില്ല കേട്ടോ. അത് നമ്മളെ വീഡിയോയിൽ നമുക്ക് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഡ്
കൊടുക്കാം. നമ്മളെ വീഡിയോയിൽ ഇടയിലായിട്ട് 8 മിനിറ്റിന് മുകളിലുള്ള വീഡിയോസിലൊക്കെ ആയിട്ട് ലോങ് വീഡിയോയിൽ നമുക്ക് ആഡ് കൊടുക്കാൻ പറ്റും. ആ ആഡ് ആൾക്കാർ കാണുന്നതിനനുസരിച്ചിട്ട്, ഈ പരസ്യം കാണുന്നതിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടുള്ളൂ. അത് സ്കിപ്പായി പോകണമെങ്കിൽ അതങ്ങനൊക്കെ പോകും. അപ്പോൾ എത്ര ആഡ് വരുന്നുണ്ടോ, നമുക്ക് ചിലപ്പോൾ ഓരോരോ വീഡിയോന്റെ മിനിറ്റ് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞങ്ങൾ ആഡ് ചെയ്തതൊന്നും നിങ്ങൾ കാണുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ യൂട്യൂബാണ് വിചാരിക്കുക എത്ര ആഡ് കൊടുക്കണം അല്ലെങ്കിൽ എത്ര ആൾക്ക് കാണിക്കണം എന്നുള്ളതൊക്കെ. അങ്ങനെ അപ്പോൾ നമുക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു $100 ആയാലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ വരിക. ഒരു മാസം കൊണ്ട് നമ്മൾ $100 ആക്കിയിട്ടുണ്ടെങ്കിൽ ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ഈ മാസം നമ്മൾ $100 ആക്കിയാൽ അടുത്ത മാസം 25-ാം തീയതി ആ ഒരു ടൈമിലൊക്കെ നമുക്ക് പൈസ കിട്ടുള്ളൂ. അത് ഈ $100 ആക്കുക എന്ന് പറയുന്നത് വാവ് സോ സിമ്പിൾ എന്നൊന്നും പറയാനില്ല. ഞങ്ങൾ 5 മാസം കൊണ്ടാണ് നമ്മുടെ ഫസ്റ്റത്തെ $100 കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്ത്, കാരണം 5 മാസം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം അതിനുശേഷം നമുക്കിതപ്പോൾ എമൗണ്ട് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്താനായിട്ടില്ല. അതെ, പുതിയത് ആയി തുടങ്ങി. പിന്നെ ഇനിയിപ്പോൾ പറയാനുള്ളത് അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഈ $100 എന്ന് പറയുമ്പോഴും വലിയ എമൗണ്ട് ഒന്നുമില്ല. രണ്ടാമത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൈസ നമുക്ക് ചിലപ്പോൾ ഇല്ലേ, നമ്മൾ ചില വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് പൈസ വരുന്നു. പക്ഷെ നമുക്ക് വരും എത്രയെന്നറിയോ, 20 പൈസ 30 പൈസ അങ്ങനെയൊക്കെയാണ് വരിക. അതായത് നമ്മൾ 50 പൈസ 25 പൈസ എന്ന് പറഞ്ഞ മാതിരി ഡോളറിൽ ഇത്ര പൈസ അങ്ങനെ വരിക. പിന്നെ ചിലപ്പോൾ നമുക്ക് $1 ഒക്കെ കിട്ടിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാം. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഫുള്ള് നമുക്ക് പൈസ അല്ലേ, ഫുള്ള് നമുക്ക് വല്ല ചില്ലറ പൈസ കിട്ടുന്ന പോലെ. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഒക്കെ ഫുള്ള് 10 പൈസ 20 പൈസ 30 പൈസ അങ്ങനെ വരുള്ളായിരുന്നു. പിന്നെ ഇങ്ങനെ $1 $2 ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ കുറച്ചും കൂടി ഇടക്ക് വീഡിയോ അങ്ങോട്ട് കേറുമ്പോൾ നമുക്ക് ഒരു $5 വരെയൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പോൾ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് ഏർണിങ്സ് എന്ന് പറയുന്നത് 20,000 രൂപന്റെ താഴെയാണ് വരുന്നത്. അത് നമുക്ക് റിവീൽ ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അതായത് കുറെ ആൾക്കാർ പറഞ്ഞു കറക്റ്റ് നമ്മള് റിവീൽ ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 20,000 രൂപന്റെ താഴെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റത്തെ യൂട്യൂബ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒത്തിരി സന്തോഷം. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ ലാഗ് ആക്കണില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാം കേട്ടോ. നിങ്ങളുടെ സജഷൻസും കമന്റ് ചെയ്യുക. പിന്നെ യൂട്യൂബിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കുക, കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.